ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ടിൻ്റെ കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഓവനും ബീറ്ററും ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം ഈ ഒരു ബീട്രൂട്ട് കേക്ക്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഒരു ബീട്രൂട്ട് കേക്ക് തയ്യാറാക്കാൻ വേണ്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് കടയിൽ നിന്ന് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിനു മുമ്പ് ക്യാരറ്റിൻ്റെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല, ഇതിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗീ ചൂടായി വരുന്ന ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ബീട്രൂട്ട് നല്ല സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ബീട്രൂട്ടിൽ എന്തായാലും കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറി കിട്ടുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ബീട്രൂട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ആ ഒരു സെയിം പാന് ഒന്ന് ടിഷ്യൂ വെച്ച് തുടച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഏകദേശം കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഓവറായിട്ട് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു കയ്പ്പ് രസം ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണേ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് താത്തിയിട്ട് വേണേ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ദേഹത്തൊക്കെ തെറിക്കും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബീട്രൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു ബീട്രൂട്ടിൽ ആ ഒരു കാരമലൈസ് നന്നായിട്ട് പിടിച്ചിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിത് വഴറ്റിയെടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് തണുക്കുന്നതിനനുസരിച്ച് ഇത് കുറച്ച് കട്ടയായി പോവും. അപ്പോൾ ഇത് നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറായിട്ട് ഞാനിപ്പോൾ ഇവിടെ വറ്റിച്ചെടുക്കുന്നില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് ഇനി അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് ആ മുട്ടയൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാര ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അടിച്ചെടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഓവറായിട്ട് അടിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ നേരത്തെ ബീട്രൂട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഒരു മുട്ടയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് മൈദ ഇട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് മൈദ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ഞാനൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് മെല്ലനെ വേണേ മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വീഡിയോ കുറച്ച് സ്പീഡാക്കിയതാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മൈദയിലേക്ക് ഒരു കൈപ്പിടി ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ നട്ട്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം ബദാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഇതിൽ മിക്സ് ആക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കാഷ്യൂ നട്ട് നമ്മൾ കേക്ക് പൊങ്ങി വരുന്ന സമയത്ത് അടിയിൽ പോയി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടിയിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്, കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഇനി ഈ ഒരു മിക്സ് നമുക്ക് മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം, ഇതിലുള്ള ആ ഒരു എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 25-30 മിനിറ്റ് നമുക്കിതൊന്ന് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കി എടുക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നോളും. അപ്പോൾ ഈ ഒരു ഹോൾസ് എന്തായാലും അടക്കാൻ മറക്കരുത്. ഒരു ചെറിയൊരു കടലാസ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 30 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഒരു സ്ക്വയർ വെച്ച് കുത്തി നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്നും പറ്റിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി ബീട്രൂട്ട് കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല ഹൈറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേക്ക് ബേക്കായി വന്ന സമയത്ത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഈ ഒരു ടെക്സ്ചർ കണ്ടിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെറിയ കുട്ടികൾക്ക് പോലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ആ ഒരു കുത്തലൊന്നുമില്ല, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ ബീട്രൂട്ട് വെച്ചിട്ട് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണുന്നവർ എല്ലാവർക്കും താങ്ക് യു.